ഒരു വെള്ളിയാഴ്ച ഉച്ച സമയം. നല്ല വിശപ്പ് സഹിക്കാൻ മേലാത്തതുകൊണ്ട് സ്വിഗ്ഗി എടുത്തു, ഓപ്പൺ ചെയ്ത് നോക്കി. നമ്മുടെ നിയർ ബൈ ലൊക്കേറ്റഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സിൻ്റെ ലിസ്റ്റ് കണ്ടു. ബിരിയാണിയാണ് സെർച്ച് ചെയ്തത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മലബാർ ബിരിയാണിയാണ്. കൈമ റൈസിൻ്റെ ബിരിയാണിയും ബാസ്മതി റൈസും വെച്ച് ഉണ്ടാക്കുന്ന ബിരിയാണിയും ഉണ്ട്. കോട്ടയത്ത് കൂടുതലും കണ്ടേക്കുന്നത് ബാസ്മതി അരിയുടെ ബിരിയാണിയാണ്. പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം കൈമ റൈസ് ജീരകശാല അരിയുടെ ബിരിയാണിയാണ്. ചെറിയ അരിയായിരിക്കും. അതോടൊപ്പം ആ ഒരു ചിക്കൻ്റെ കൂടെ ബ്ലെൻഡ് ചെയ്ത് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ആകർഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്ന് മേടിച്ച ബിരിയാണിയിൽ ആഡ് ഓൺ ബോണസായിട്ട് ഒരു കോഴിമുട്ടയും കൂടെ കിട്ടി. ഈ ബിരിയാണി തുറന്നപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ, പിന്നെ ബിരിയാണിയുടെ ഒരു ഫ്രാഗ്രൻസ്, ആ ഒരു മണം നല്ല ബിരിയാണിയുടെ ഒരു ഇതായിട്ട് തോന്നി. അപ്പോൾ ഈ ബിരിയാണിക്കകത്ത് കിട്ടിയത് മസാല നിറഞ്ഞ റൈസ്, അതോടൊപ്പം കോഴിമുട്ട, അച്ചാർ, പപ്പടം, ചള്ളാസ്, 2 പീസ് ചിക്കൻ. ഇത്രയാണ് ബിരിയാണിയിലുണ്ടായിരുന്നത്. ആദ്യമേ നോർമലായിട്ടൊരു റൈസ് എടുത്ത് കഴിച്ചു നോക്കി. നല്ലൊരു ഫ്ലേവറായിരുന്നു. എനിക്ക് തോന്നുന്നു ഇച്ചിരി ഡാൽഡയുടെ ഒരു ആഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നിരുന്നാലും ടേസ്റ്റ് ഉള്ള ഒരു ബിരിയാണിയായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് ദ ലൈവ് ലോഞ്ച് റെസ്റ്റോറൻറ്റ് വരെ ഏകദേശം ഒരു 9 കിലോമീറ്റർ ഉണ്ട്. അവിടുന്ന് ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ഇത്ര എമൗണ്ടായി. ബിരിയാണി ഞാൻ ഫുള്ള് കഴിച്ചു. മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. ഇതുപോലത്തെ മലബാർ ബിരിയാണി കോട്ടയത്ത് വളരെ കുറവായിട്ടാണ് ലഭ്യമാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഇതുപോലത്തെ ബിരിയാണി ഷോപ്പുകൾ, മലബാർ ബിരിയാണി കിട്ടുന്ന ഷോപ്പുകൾ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനലും ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ചെക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.